Hello friends, welcome back. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് യൂട്യൂബിലൊക്കെ ട്രെൻഡിങ് ആയിട്ടുള്ള പുട്ട് ഐസ്ക്രീമിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമുക്ക് കടയിൽ പോയി കഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ആദ്യം നമുക്ക് കുറച്ച് കോൺഫ്ലേക്സ് വേണം, പിന്നെ തൊലി കളഞ്ഞ ബദാം അങ്ങനെ ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്തതാണ്. അതുപോലെ തന്നെ കാഷ്യൂസും ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ടൂട്ടി ഫ്രൂട്ടി എടുത്തിട്ടുണ്ട്, കുറച്ച് മുന്തിരി എടുത്തിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് നേരത്തെ കാണിച്ച കോൺഫ്ലേക്സും നട്ട്സും അതുപോലെ തന്നെ ഡ്രൈ ഫ്രൂട്ട്സും ഇതെല്ലാം കൂടെ ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇതെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് മാറ്റി വെക്കാം. അടുത്ത് ഞാൻ ഇവിടെ 2 ഫ്ലേവറിലുള്ള ഐസ്ക്രീം എടുത്തിട്ടുണ്ട്. ഒന്ന് വാനിലയാണ്, പിന്നെ ബട്ടർ സ്കോച്ചും എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വേറെ ഫ്ലേവറിലുള്ള ഐസ്ക്രീം എടുക്കാം. പിന്നെ വേണ്ടത് പുട്ടും കുറ്റിയാണ്. ഇത് ഞാൻ ഐസ്ക്രീം ഉണ്ടാക്കുന്നതിനേക്കാളും മുന്നേ ഏകദേശം ഒരു 3/4 മണിക്കൂറോളം ഞാൻ ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചെടുത്തതാണ്. അതുപോലെ തന്നെ പുട്ടുകുറ്റിയുടെ ഉള്ളിലുള്ള അച്ച് ഇതുപോലെ ഞാൻ ഫോയിൽ കൊണ്ട് ഒന്ന് കവർ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പുട്ട് ഐസ്ക്രീം എങ്ങനെ ഉണ്ടാക്കിയിട്ട് നോക്കാം. ആദ്യം ഇതിലോട്ട് നേരത്തെ മിക്സ് ചെയ്ത് വെച്ച കോൺഫ്ലേക്സും നട്ട്സും പിന്നെ ഡ്രൈ ഫ്രൂട്ട്സും കൂടെ ഒരു 2 ടേബിൾ സ്പൂൺ ഇതിലോട്ടൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ശേഷം 2 ടേബിൾ സ്പൂൺ വാനില ഐസ്ക്രീം ഇതിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം. വാനില ഐസ്ക്രീം ഇട്ടതിന് ശേഷം ഒന്ന് ചെറുതായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം. അതിനുശേഷം വീണ്ടും കോൺഫ്ലേക്സിൻ്റെ മിക്സ് 2 ടേബിൾ സ്പൂൺ ഇതിലോട്ടൊന്ന് ഇട്ട് കൊടുക്കണം. കോൺഫ്ലേക്സ് മിക്സ് ഇട്ടതിന് ശേഷം ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ ബട്ടർ സ്കോച്ച് ഐസ്ക്രീം ഒന്ന് ഇട്ട് കൊടുക്കാം. ഐസ്ക്രീം ഇട്ടതിന് ശേഷം നേരത്തെ ചെയ്ത മാതിരി തന്നെ ഒന്ന് ചെറുതായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം. എന്നിട്ട് വീണ്ടും 2 ടേബിൾ സ്പൂൺ കോൺഫ്ലേക്സിൻ്റെ മിക്സ് ഒന്ന് ഇട്ട് കൊടുക്കാം. ബാക്കിയുള്ളതും നേരത്തെ ചെയ്ത പോലെ തന്നെ ഓരോ ലെയറിലായിട്ട് ഐസ്ക്രീം ഒന്ന് ഇട്ട് കൊടുക്കണം. പരമാവധി എല്ലാവരും പെട്ടെന്ന് ചെയ്യാൻ നോക്കണം, അല്ലെങ്കിൽ ഐസ്ക്രീം മെൽറ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഐസ്ക്രീം മെൽറ്റായി വരുന്നുണ്ടെന്ന് തോന്നിച്ചാൽ ഒരു ലെയർ ഐസ്ക്രീം ഇട്ടതിന് ശേഷം ഒരു 10 മിനിറ്റ് ഒന്ന് ഫ്രീസറിൽ വെക്കുക. എന്നിട്ട് അടുത്ത ലെയർ ഇട്ട് കൊടുക്കുക. അങ്ങനെ എല്ലാ ലെയറും ഒന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് ഫ്രീസറിൽ വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഐസ്ക്രീം ഇതാ ലാസ്റ്റ് ലെയർ ആയിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് ഇതിന് മേലെ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച കോൺഫ്ലേക്സ് ഒന്ന് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഒരു 3 മണിക്കൂറോളം ഒന്ന് ഫ്രീസറിലോട്ടൊന്ന് വെച്ച് കൊടുക്കണം കേട്ടോ. 3 മണിക്കൂറിന് ശേഷം ഐസ്ക്രീം ഞാൻ ഫ്രീസറിൽ നിന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, പുട്ട് ഐസ്ക്രീം അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇതൊരു സെർവിങ് ബൗളിലേക്കൊന്ന് മാറ്റാം. ഞാൻ ഇവിടെ ഒരു പാത്രത്തിലോട്ട് ഇത് നേരത്തെ മിക്സ് ചെയ്ത് വെച്ച് നട്ട്സും കോൺഫ്ലേക്സും പിന്നെ ഡ്രൈ ഫ്രൂട്ട്സും ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മേലെ കേട്ടോ ഞാൻ പുട്ട് ഐസ്ക്രീം ഇട്ട് കൊടുക്കുന്നത്. പുട്ട് ഐസ്ക്രീം ഇട്ടതിന് ശേഷം ഇതിൻ്റെ അടിയിലുള്ള അച്ചൊന്ന് എടുത്ത് മാറ്റണം കേട്ടോ. നിങ്ങൾക്ക് ഇതിന് മേലെ ചോക്ലേറ്റ് സിറപ്പോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്തും വെച്ചിട്ട് ഗാർണിഷ് ചെയ്യാം കേട്ടോ. ഞാൻ ഇവിടെ ഇതിൽ സാധാരണ പോലെ തന്നെ കോൺഫ്ലേക്സും ഡ്രൈ ഫ്രൂട്ട്സും ഇട്ടിട്ട് ഗാർണിഷ് ചെയ്യണുള്ളൂ, വേറെ ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ നമ്മുടെ ടേസ്റ്റിയായ പുട്ട് ഐസ്ക്രീം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി ടേസ്റ്റാണ്. കോൺഫ്ലേക്സും പിന്നെ ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും എല്ലാം കൂടെ ഐസ്ക്രീമിൻ്റെ കൂടെ കഴിക്കുമ്പോൾ ഒരു അടിപൊളി ടേസ്റ്റ് തന്നെ കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫാമിലീസിനും ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്യണേ. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്ക് നല്ല റെസിപ്പിയുമായി